السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനപ്പെട്ട ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റമളാനിൽ ധാരാളം നന്മകളിലായി ബന്ധപ്പെടുവാനും ജീവിതത്തെ കൃത്യമായി വഴി നടത്തുവാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കറിയാം, റമളാനിൽ കൃത്യമായി ധാരാളം നന്മകളെ നോക്കിക്കാണുന്നവരാണ് നാം. റമളാൻ അല്ലാഹു സംവിധാനിച്ച വലിയ ഒരു ഓഫറിൻ്റെ മാസമാണ്. ആദ്യം കാരുണ്യമാണ് എങ്കിൽ രണ്ടാം പത്ത് മഗ്ഫിറത്തിൻ്റെ പത്താണ്, മൂന്നാം പത്ത് ഇത്ഖു മിനന്നാറിൻ്റെ പത്താണ്. ഒരു മാസത്തിൽ 3 വലിയ നന്മകൾ. ആദ്യം അവ്വലുഹു മർഹമ, അവ്വലുഹു റഹ്മ. ആദ്യത്തേത് റഹ്മത്താണ്, കാരുണ്യമാണ്. രണ്ടാമത്തേത് മഗ്ഫിറത്താണ്, മൂന്നാമത്തേത് ഇത്ഖു മിനന്നാർ. നാം നിലകൊള്ളുന്നത് മഗ്ഫിറത്തിൻ്റെ പത്തിലാണ്, അഥവാ പാപമോചനത്തിൻ്റെ 10. ഈ നിലകൊള്ളുന്ന 10 ദിവസങ്ങൾ അഥവാ 240 മണിക്കൂറുകൾ, 14,400 മിനിറ്റുകൾ നമുക്കല്ലാഹു മഗ്ഫിറത്തിന് വേണ്ടി സംവിധാനിച്ചിട്ടുള്ളതാണ്. ഒരുപാട് തെറ്റുകളുമായി നാം ബന്ധപ്പെടാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ധാരാളം തെറ്റുകൾ സംഭവിക്കാറുണ്ട്. മനുഷ്യനാണ്, മനുഷ്യ സഹജമായി ധാരാളം തെറ്റുകൾ സംഭവിച്ചു പോകും. അതിനൊന്നും ഇസ്ലാം എതിരല്ല. തെറ്റ് സംഭവിക്കാൻ പാടില്ല എന്നൊന്നും ഇസ്ലാമിന് നിയമമില്ല. ആകെ തെറ്റില്ലാതെ അള്ളാഹു പടച്ചത് മഅസൂമീങ്ങളായ അമ്പിയാക്കൾ മാത്രമാണ്. പിന്നെ മഹ്ഫൂദീങ്ങളായ ഔലിയാക്കൾ വേറെയും. ഇവരല്ലാത്ത ബാക്കി മുഴുവൻ ജനങ്ങളും തെറ്റുമായി ബന്ധപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. നമുക്ക് എങ്ങനെയാണ് നന്നാവുക എന്ന് പറഞ്ഞാൽ ആ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നാം ഒരു തെറ്റാണെന്ന് മനസ്സിലാക്കി മനസാക്ഷിയോട് അത് തെറ്റാണെന്നുള്ള ബോധ്യത്തിൽ നാം തിരിഞ്ഞു കളയുമ്പോഴാണ് നമുക്ക് അല്ലാഹു കൂലി നൽകുന്നത്. ആ ഒരു രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ നാം ചിട്ടപ്പെടുത്തണം. ഞാൻ പറഞ്ഞു വന്നത്, നാം ഉള്ളത് മഗ്ഫിറത്തിൻ്റെ 10ലാണ്. ഈ മഗ്ഫിറത്തിൻ്റെ 10ൽ അതിപ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു രാവാണ് അസ്ഹാബുൽ ബദറിനെ അനുസ്മരിക്കുന്ന ബദരീങ്ങളുടെ ആണ്ടുമായി ബന്ധപ്പെടുന്ന ഈ ഒരു സമയങ്ങൾ. നമുക്കറിയാം, റമളാൻ 17 വലിയ ഒരു യുദ്ധമെന്ന് പറയുന്നതിനപ്പുറം ഒരു അതിജീവനത്തിൻ്റെ കഥയാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. സ്വന്തം സ്വത്തുക്കൾ നഷ്ടപ്പെട്ട ഒരു അവസരത്തിൽ ആ സ്വത്തുക്കളുമായി കടന്നു കളഞ്ഞ ടീം, അവർ ആ സ്വത്ത് വച്ചുകൊണ്ട് ലാഭമുണ്ടാക്കി ആ ലാഭം ഇവർക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുന്ന സാഹചര്യത്തെ തടുക്കാനാണ് ബദറിൻ്റെ പശ്ചാത്തലം നമ്മുടെ മുൻപിലേക്ക് കടന്നു വന്നത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കണം, മക്കത്ത് സ്വഹാബത്ത്, മുഹാജിറുകളായ സ്വഹാബത്തിൻ്റെ സ്വത്തുക്കൾ ആ മക്കത്താണുള്ളത്. ആ മക്കത്തെ സ്വത്തുക്കളൊക്കെ സ്വരുക്കൂട്ടിക്കൊണ്ട് ഖുറൈശികൾ ഷാമിൽ പോയി അവർ കച്ചവടം നടത്തി. ആ കച്ചവട ലാഭം 10 ഇരട്ടിയൊക്കെയായി മാറ്റിയെടുത്തുകൊണ്ട് അവർ തിരിച്ചു മടങ്ങുന്ന ഒരു അവസരത്തിൽ ഈ പാവപ്പെട്ടവരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ഒരു അവസരത്തിലാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഓർഡർ ഉണ്ടാകുന്നത്, നബിയെ, ഇന്നാലിഞ്ഞ വ്യക്തികൾ നിങ്ങളുടെ സ്വത്തുമായി കടന്നു കളയുന്നുണ്ട്, ആ സ്വത്തുക്കളെ തിരിച്ചു പിടിക്കണമെന്നുള്ള ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലാണ് ബദർ സംഘട്ടനമുണ്ടാകുന്നത്. ബദർ നൽകുന്ന ധാരാളം പാഠങ്ങളുണ്ട്. 1ഉം 2ഉം ഒന്നുമല്ല. ബദർ നൽകുന്ന വലിയ ഒന്നാമത്തെ പാഠം അതിജീവനം തന്നെയാണ്. എത്ര ദരിദ്രനാണെങ്കിലും എത്ര കഴിവില്ലാത്തവനാണെങ്കിലും അവനും ഈ ദുനിയാവിൽ സ്ഥാനമുണ്ട്. അവനും ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതുണ്ട്. ആരും ഇവിടെ അന്യനല്ല, ആരും ഇവിടെ ഒന്നുമില്ലാത്തവനല്ല. അവൻ അല്ലാഹു കൊടുത്ത കാരുണ്യം കൊണ്ട്, അവൻ അല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ട് കൃത്യമായി ഉപയോഗപ്പെടുത്തി നന്നാവാൻ ശ്രമിക്കുക എന്നുള്ളത് എൻ്റെയും നിങ്ങളുടെയും കടമയാണ്. നമുക്കൊക്കെ അല്ലാഹു അവസരങ്ങൾ ഇട്ട് തരും. അവസരങ്ങളെ കൃത്യമായി കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അത് പിടിച്ചെടുക്കാൻ നാം എപ്പോഴാണോ ശ്രമിക്കുന്നത്, അവിടെയാണ് നമ്മുടെ വിജയം. നമുക്ക് പല വിജയിച്ച ആളുകളെയും കാണുമ്പോൾ, അവൻ അല്ലാഹു അവസരം കൊടുത്തു,
അല്ലെങ്കിൽ ഇവൻ അള്ളാഹു അങ്ങനെ ഒരു ചാൻസ് കൊടുത്തു, ഇവൻ ഇങ്ങനെ ഒരു ഐഡിയയുമായി മുന്നോട്ട് പോയി എന്നൊക്കെ നാം ചിന്തിക്കാറുണ്ട്. പക്ഷേ അവന് അള്ളാഹു ആ ഐഡിയ കൊടുത്തുവെങ്കിൽ നിനക്കും ഐഡിയ തന്നിട്ടുണ്ട്, നിനക്കും ചിന്തിക്കാനുള്ള ബോധം തന്നിട്ടുണ്ട്. അത് എവിടെ വിനിയോഗിക്കണം എന്നുള്ളിടത്താണ് നിന്റെ വിജയം ഇരിക്കുന്നത്. അപ്പോൾ നാം പറഞ്ഞു വന്നത്, ബദർ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ആദ്യമായി അതിജീവനം തന്നെയാണ്. ഏതൊരു പ്രതിസന്ധി ഘട്ടം വന്നാലും അതിനെ അതിജീവിക്കണം, നേരിടണം എന്നുള്ളതാണ്. ഒരിക്കലും ഒരു യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിയതല്ല സ്വഹാബത്ത്. എന്നാൽ മറിച്ച് ആയിരക്കണക്കിന് പടയണികൾ ഇങ്ങോട്ട് യുദ്ധത്തിന് കടന്നു വരുമ്പോൾ തിരിഞ്ഞോടാൻ അത് നല്ല പരിപാടിയല്ല എന്ന് ഇസ്ലാം വലിയ ആർജവത്തോടെ നമ്മെ പഠിപ്പിക്കുകയാണ്. തിരിഞ്ഞോടിയില്ല. ചുരുങ്ങിയ ആളുകളാണെങ്കിൽ പോലും, 300 ചില്ലാനം വ്യക്തികളാണെങ്കിൽ പോലും, അവർ ഓരോരുത്തരും 10 പേരുടെ ശക്തിയിൽ, കുതിരശക്തിയിൽ ആഞ്ഞടിച്ചതുകൊണ്ട് ആ ചുരുങ്ങിയ എണ്ണം ആളുകൾ വലിയ ഒരു സൈന്യത്തെ കീഴ്പ്പെടുത്തിയ ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്. അത് വലിയ ഒരു പാഠമായി മുസ്ലിം സമൂഹം എടുക്കണം. അവർക്ക് എന്ത് പ്രതിസന്ധി വന്നാലും അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന ഒന്നായി നാം അതിനെ മാറ്റിമറിക്കണം. അതുപോലെ തന്നെ ഒരു ലീഡർഷിപ്പിൻ്റെ പവർ അവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെല്ലാം തികഞ്ഞ ലീഡറാണ്. ആ ലീഡർ പറയുന്ന കാര്യങ്ങളിൽ ഒരു അടിമുടി അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതെ കൃത്യമായി അവർ എക്സിക്യൂട്ട് ചെയ്തതുകൊണ്ട് അവർക്ക് വലിയ വിജയമുണ്ടായി. അവിടെ ലീഡർഷിപ്പിൻ്റെ വലിയ ഒരു ക്വാളിറ്റി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു ലീഡറിൻ്റെ അണ്ടറിൽ നാം കൃത്യമായി നമ്മുടെ നീക്കങ്ങൾ നീക്കിയാൽ നമുക്കും ഗുണമാണ്, ആ ഒരു കമ്മ്യൂണിറ്റിക്കും ആ ഒരു ഗ്രൂപ്പിനും അത് വലിയ ഗുണമാണ് എന്ന് ബദർ നമ്മെ പഠിപ്പിക്കുന്നു. ഇതുപോലെ എത്രയോ പാഠങ്ങളാണ് ബദർ നമ്മെ പഠിപ്പിക്കുന്നത്. ആ ബദരീങ്ങളെ അനുസ്മരിക്കേണ്ട ഒരു സാഹചര്യം എന്താണ്? പലപ്പോഴും ബദരീങ്ങളുടെ പേര് പറയുമ്പോൾ ആ ബദരീങ്ങൾ നമ്മെപ്പോലെ കേവലം മനുഷ്യരാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ നിസാരവൽക്കരിക്കുന്ന ഒരവസ്ഥയുണ്ട്. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബദറിലെ ഒരു സംഭവം നാം ഒന്നാലോചിക്കേണ്ടതുണ്ട്. പിറ്റേന്ന് രാവിലെ യുദ്ധം നടക്കേണ്ട സാഹചര്യത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് പറയുന്നുണ്ട്, റബ്ബേ, ഈ ഒരു ചെറിയ സംഘത്തെങ്ങാനും നീ ഇന്നിവിടെ പരാജയപ്പെടുത്തിയാൽ നിന്റെ പേര് വിളിക്കുന്ന മുസ്ലിമായ, ഇസ്ലാം ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു സംഘം നിനക്ക് ഇബാദത്തെടുക്കാനുണ്ടാകില്ല. ആ ഒരു വലിയ സത്യം മനസ്സിലാക്കി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ആ ദുആഇൻ്റെ അനന്തരഫലമായി കൊണ്ട് പിറ്റേന്ന് യുദ്ധം നടക്കുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അവിടുത്തെ അനുചരന്മാരോടൊപ്പം ഒരു കഴിവുമില്ലാത്ത സാധുക്കളായ സ്വഹാബത്ത് നോമ്പുകാരാണ്. നാം ഒന്ന് ശ്രദ്ധിക്കണം. നോമ്പ് പിടിച്ചുകൊണ്ട് കൃത്യമായ സൈന്യങ്ങളില്ല, കൃത്യമായ ആയുധങ്ങളില്ല. എന്നാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എന്ന ലീഡറിൻ്റെ പിന്നിലായിക്കൊണ്ട് ആ വലിയ സൈന്യത്തെ പേടിക്കാതെ മുന്നിൽ നിന്നുകൊണ്ടവർ പോരാടിയത് അള്ളാഹു കൂടെയുണ്ട് എന്ന വലിയ ഈമാനിലാണ്, വലിയ വിശ്വാസത്തിലാണ്. അതിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലേന്നത്തെ ദുആ വല്ലാതെ ഫലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചസാര മല എന്ന് പറയുന്ന തൊട്ടടുത്ത ബദറിൻ്റെ മലയിൽ മലായിക്കത്തിൻ്റെ സഹായം അവർക്ക് അനുഭവപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഇറക്കിക്കൊണ്ടവരെ സഹായിച്ചു. അതുപോലെ നാമും ഈ വിഷയത്തിൽ കൃത്യമായൊരു ഉത്ബോധമുള്ളവരാകണം. നാം ഒരു വിഷയത്തിലേക്ക് ഇടപെടുമ്പോഴേക്കും നാം പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള ചിന്തക്കപ്പുറം, ഞാൻ ഇറങ്ങിയാൽ ഞാൻ തരം താന്നു പോകുമോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒറ്റപ്പെട്ടു പോകുമോ എന്നതിനപ്പുറം നമ്മുടെ ചെറിയ സൈന്യമാണെങ്കിലും നമ്മളിൽ സത്യമുണ്ട് എങ്കിൽ ആ സത്യത്തെ പിടിച്ചുകൊണ്ട് നാം എന്ത് ചെയ്യണം? അള്ളാഹുവിൽ തവക്കുലാക്കി നമ്മുടെ പ്രവർത്തനത്തിലേക്ക് മുന്നിട്ടിറങ്ങണം. ഒരിക്കലും അതിൽ ഒരു ബാക്കപ്പായി നമ്മൾ പിന്നോട്ട് ഒരിക്കലും പോകാൻ പാടില്ല. നമുക്കൊരു നന്മ ചെയ്യാനുണ്ട് എങ്കിൽ അത് ചെറുതാണെങ്കിലും ആ നന്മയിലേക്ക് മുന്നിട്ട് നാം ഇറങ്ങണം. ബാക്കി വരുന്ന വഴിക്ക് അലല്ലാഹി തവക്കുൽ, ബാക്കി അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് നാം ഇറങ്ങുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ അള്ളാഹു വിജയം നൽകും. കാരണം നമ്മുടെ ഈമാൻ എന്താണ്? ഒരു നന്മയാണ്. നമ്മുടെ വിശ്വാസം എന്താണ്? അള്ളാഹു കൂടെയുണ്ട് എന്നുള്ളതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പഠിപ്പിച്ചതാണ്. അതിന് വലിയ പാഠമാണ് അസ്ഹാബുൽ ബദർ നമുക്ക് നൽകിയത്. ഞാൻ പറഞ്ഞു വന്നത്, ബദരീങ്ങളെ നാം എന്തിന് സ്മരിക്കണം? കാരണം അന്ന് ആ ബദരീങ്ങൾ 300 ചില്ലാനം ആളുകൾ അവിടെ ഇറങ്ങിയില്ലായിരുന്നുവെങ്കിൽ
ഇന്ന് അള്ളാഹുവിനെ വിളിക്കുവാനോ മുസ്ലിം എന്ന പേര് പറയുവാനോ ഒരാളും ഉണ്ടാകുകയില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിക്കുമ്പോൾ മുസ്ലിം ഉമ്മത്തിനെ പിടിച്ചു നിർത്തിയത് ആ ബദരീങ്ങളാണ്. മുസ്ലിം ഉമ്മത്തിന് നിലനിൽപ്പ് കൊടുത്തത് ആ ബദരീങ്ങളാണ്. ആ ബദരീങ്ങളെ സ്മരിക്കാതെ നാം പിന്നെ എങ്ങനെയാണ് പ്രിയമുള്ളവരെ ഒരു മുസ്ലിം ആവുക, നന്ദിയുള്ളവനാവുക? ഒരു നന്ദിയുള്ളവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻകഴിഞ്ഞ കാലഘട്ടക്കാർ നമുക്ക് ചെയ്തു തന്ന നന്മകളെ ഓർത്തുകൊണ്ട് അതിൽ അവരെ അനുസ്മരിക്കുന്നവരാണല്ലോ, ആ നന്മക്ക് ശുക്ർ ചെയ്യുന്നവരാണല്ലോ. അങ്ങനെയുള്ള നന്ദിയുള്ളവരല്ലേ യഥാർത്ഥ മുസ്ലിം താവഴിയിൽ ലെഗസിയിൽ കടന്നു വരികയുള്ളൂ. അല്ലാത്തവരെങ്ങനെയാണ് കൃത്യമായി മുസ്ലിം എന്ന് വിളിക്കാൻ സാധിക്കുക? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് ഞാനും നിങ്ങളും ആ ഒരു ഗണത്തിൽ പെടാൻ പാടില്ല. അസ്ഹാബുൽ ബദർ അവർ നമുക്ക് നേതാക്കളാണ്. എല്ലാത്തിനുമുപരി അതിൽ ഒന്നാമത്തെ മെമ്പർ നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടും കൊണ്ടും അറിഞ്ഞ സ്വഹാബാക്കളാണ് പിന്നീടുള്ള രണ്ടാം നമ്പറുകാർ. അതിൽ 4 പ്രധാനപ്പെട്ട വ്യക്തികളുണ്ട്. 14ഓളം ആളുകൾ ആ ബദറിൽ ഷഹീദായിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ എല്ലാവിധ ദറജയും ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അസ്ഹാബുൽ ബദറിനെ ഓർക്കേണ്ട സമയമാണിത്. റമളാനിൽ പ്രധാനമായും 2 സമയങ്ങളാണ്. ഒന്ന് അസ്ഹാബുൽ ബദറിനെ ഓർക്കുന്ന 17-ാം രാവ്, 2 ലൈലത്തുൽ ഖദറിനെ വല്ലാണ്ട് നാം പ്രതീക്ഷിക്കുന്ന 27-ാം രാവ്. ഈ സമയങ്ങളാണ് പൊതുവെ മുഅ്മിനീങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാറ്. സാധാരണ ലൈലത്തുൽ ഖദറിനെ ഒരാൾ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ, അതിൽ കൃത്യമായി അമല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ എന്ന് തുടങ്ങണമെന്ന് ചോദിക്കുന്ന ഒരവസരത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്, ഇനി റമളാനിൻ്റെ 1 മുതൽ നിനക്ക് നന്നാവാൻ കഴിഞ്ഞില്ലെങ്കിൽ ചുരുങ്ങിയത് ബദരീങ്ങളുടെ ആണ്ടിൻ്റെ സമയത്തെങ്കിലും 17-ാം രാവിനെങ്കിലും നന്നാവാൻ ശ്രമിക്കണേ. കാരണം അന്ന് മുതൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട സമയങ്ങളാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതായി കാണാം. അപ്പോൾ അസ്ഹാബുൽ ബദർ ചില്ലറക്കാരല്ല, നമ്മുടെ മുൻഗാമികൾ നിസാരക്കാരല്ല. അവരിൽ പ്രധാനപ്പെട്ട അമീറുൽ മുഅ്മിനീങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവരിൽ ഏറ്റവും നല്ല സൽസ്വഭാവികൾ ഉണ്ടായിട്ടുണ്ട്. ഈ സൽസ്വഭാവത്തിനൊക്കെ ഉപരി അവരെ ലേബൽ ചെയ്യപ്പെടുന്നത്, അവരെ നാം മുസ്ലിം സമൂഹം അവരെ കണക്കാക്കുന്നത് അവർ ബദരീങ്ങളാണ്, അവർ ബദറിൽ പങ്കെടുത്തവരാണ് എന്നുള്ള ആ വലിയ ലേബലിലാണ്. അതുകൊണ്ട് തന്നെ ബദർ എന്നുള്ളത് നിസാരമായി കാണേണ്ട ഒന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളെ സ്നേഹിക്കാനും അവരുടെ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. 300 ചില്ലാനം ആളുകളുണ്ടെങ്കിൽ ഈ 300 ചില്ലാനം ആളുകളിലും അവരുടെ കൃത്യമായ ചരിത്രമെടുത്തു നോക്കുമ്പോൾ അവരൊക്കെ നമ്പർ 1 മുസ്ലിമീങ്ങളായിരുന്നു. എല്ലാം തികഞ്ഞ നല്ല ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അള്ളാഹു ബദരീങ്ങൾ എന്ന വലിയ സ്ഥാനം കൊടുത്തത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചല്ലോ, അള്ളാഹു അത് കൃത്യമായി പറയുന്നുണ്ടല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും നല്ല വ്യക്തിത്വം. അതിന് തൊട്ടു പിന്നാലെ നിൽക്കുന്നതാരാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടറിഞ്ഞ, അവരോടൊപ്പം സഹവസിച്ച സ്വഹാബാക്കളാണ്. പിന്നീടുള്ളവർ അവരുടെ കാലഘട്ടമനുസരിച്ച് സ്ഥാനം കുറഞ്ഞു വരും. നമ്മളൊക്കെ കേവലം ആഖിർ സമാനിൻ്റെ ചപ്പ് ചവറുകളാണ്. ആ മുത്തുനബി തങ്ങളെ കാണാനോ സ്വഹാബത്തിനെ മനസ്സിലാക്കുവാനോ കൃത്യമായി നമുക്ക് കഴിഞ്ഞിട്ടില്ല. ആ സ്വഹാബത്തിനെ മനസ്സിലാക്കി കണ്ടറിഞ്ഞ താബിയങ്ങളുമായി ബന്ധപ്പെടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ആ താബിയങ്ങളെ ഇഷ്ടപ്പെട്ട തബഉ താബിയങ്ങളാകാനും നമുക്ക് കഴിഞ്ഞിട്ടില്ല. നാമൊക്കെ നൂറ്റാണ്ടുകൾക്കിപ്പുറം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങൾ കേട്ടുകൊണ്ട് മാത്രം ഗൂസ് ബംസ് വന്ന് ഇങ്ങനെ തിളച്ചു നിൽക്കുന്ന ആളുകളാണ്. ആ ഒരു ഈമാൻ എങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മെ നന്നാക്കാനായി കൂട്ടിനുണ്ടാകണം. അതിന് മുൻഗാമികളെ ചീത്ത പറയലല്ല മാനദണ്ഡം. അതിന് മുൻഗാമികളെ ചീത്ത പറഞ്ഞ് അല്ലെങ്കിൽ മുൻകഴിഞ്ഞ ചരിത്രങ്ങളെ ഇല്ലാതാക്കി നന്മയെ നാം എന്ത് ചെയ്യാൻ പാടില്ല? മുടക്കാക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഖൈറാത്തുകൾ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മറ്റൊരു വിഷയം സൂചിപ്പിക്കാനുള്ളത്, അസ്ഹാബുൽ ബദരീങ്ങൾ ചെയ്ത നന്മയുടെ അടുത്തെത്താൻ നമുക്കൊരിക്കലും കഴിയില്ല. കാരണം അവർ സ്വഹാബാക്കളാണ് എന്ന് പറഞ്ഞു വച്ചതിനുപരി അവർ ഏറ്റവും വലിയ ഔലിയാക്കൾ കൂടിയാണ്. അള്ളാഹുവിൻ്റെ ഹിഫ്ള് ലഭിച്ച വലിയ മഹാന്മാരാണ്. ആ മഹാന്മാർ അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവിനാൽ നാം അവരോട് സഹായം തേടുന്നതിന് തെറ്റില്ലെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു കൊടുത്ത കഴിവിനാൽ
നാം നമ്മുടെ സഹോദരനോട് സഹായം ചോദിക്കുന്നത് പോലെ മുൻകഴിഞ്ഞ നമ്മുടെ ഔലിയാക്കളോടും സഹായം ചോദിക്കുന്നതിന് ഇസ്ലാം വലിയ തെറ്റ് പറയുന്നില്ല. അത് നന്മയായിക്കൊണ്ടും വലിയ ഹസനാത്തായിക്കൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് കണക്കാക്കുന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ പാഠവങ്ങളെ കൃത്യമായി നാം മനസ്സിലാക്കണം. അസ്ഹാബുൽ ബദറിനെ നാം ഓർക്കണം. അവരെ സ്മരിക്കാതെ ഒരു റമളാനും കടന്നു പോകുന്നില്ല. അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും നല്ല മാസമായ റമളാൻ, ഏറ്റവും അള്ളാഹു ഗുണം ചെയ്യുന്ന സമയങ്ങൾ, ആ സമയങ്ങളിൽ അസ്ഹാബുൽ ബദറിനെ ഓർക്കാൻ ഒരു അവസരം അള്ളാഹു നമുക്ക് ഇട്ട് നൽകി എങ്കിൽ നന്നാകാനുള്ള വലിയ സാധ്യതകളാണ് അള്ളാഹു തുറന്നു തരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മറ്റൊരു പാഠമുണ്ട്. അൻത മഅമൻ അഹബബ്ത. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും നല്ല ആളുകൾ സ്വഹാബത്തും ശേഷം താബിഈങ്ങളും തബഉ താബിഈങ്ങളും ഒക്കെയാണ്. നമുക്കൊന്നും അവിടെ സ്ഥാനമില്ല. പക്ഷേ അൻത മഅമൻ അഹബബ്ത, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാഠമാണ്. നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമാണ് നാളെ ആഖിറത്തിലുണ്ടാവുക എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സ്നേഹം കൊണ്ടാണ് നാം നമ്മുടെ ജീവിതത്തെ ധന്യമാക്കേണ്ടത്. ആ സ്നേഹം നിലനിർത്തിക്കൊണ്ടാണ് നാം ആഖിറത്തിലേക്ക് കണക്റ്റ് ആവേണ്ടത്. ആ സ്നേഹമാണ് നാളെ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് നിൽക്കുവാനും സ്വഹാബത്തിനോട് ചേർന്ന് നിൽക്കുവാനും നമുക്കൊരു അവസരം നൽകുന്നത് എന്ന് നാം ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിൽ ധാരാളം ചരിത്രങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കൊതിച്ച് ഒരുപാട് നാൾ നടന്ന്, എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കത്തേക്ക് എത്തിപ്പെടാൻ കഴിയാതെ ഉമ്മക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത് ജീവിച്ച ഒരു മഹാൻ്റെ ചരിത്രം നമുക്ക് പറയാനുണ്ട്. ആ മഹാൻ അവിടുന്ന് മരിക്കുന്നതിന് മുൻപ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു നോക്ക് കാണണം, എനിക്ക് മുത്തുനബി തങ്ങളുടെ സ്വഹാബിയാകണമെന്ന് ചിന്തിച്ചിരുന്ന സമയത്ത് പൊന്നുമ്മാക്ക് സുഖമില്ലാതെയാവുകയാണ്. മോനെ, നീ എന്നെ വിട്ടുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ പോയാൽ ഉമ്മ ഇടങ്ങേറായി പോകും, ഉമ്മ പ്രയാസപ്പെട്ടു പോകും. ആകെ ഉമ്മാക്ക് സഹായമായിട്ടുള്ളത് നീയാണ്, അതുകൊണ്ട് മോൻ പോകരുത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ വിശ്വാസിയായ ആ പൊന്നുമോനോട് ഉമ്മ പറഞ്ഞപ്പോൾ, എൻ്റെ പൊന്നുമ്മ എന്നെ പോറ്റി വളർത്തിയതാണ്, കഷ്ടപ്പെട്ട് വളർത്തിയതാണ്, ആ ഉമ്മാക്ക് സേവനം ചെയ്ത് ഞാൻ നിൽക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ആ മുത്തുനബി തങ്ങളെ എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞില്ല റബ്ബേ എന്ന വലിയ ഒരു സങ്കടം അദ്ദേഹത്തിൻ്റെ കൽബിലുണ്ട്. അങ്ങനെ ഉമ്മാക്ക് സേവനം ചെയ്ത് നിൽക്കുന്ന സമയത്താണ് അറിയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി പോയി. അവിടുന്ന് ഈ ലോകത്ത് നിന്ന് മൺമറഞ്ഞു പോയി. വല്ലാത്ത സങ്കടപ്പെട്ട് നിൽക്കുന്ന ആ പ്രിയപ്പെട്ട വ്യക്തിയുടെ അടുക്കലേക്ക് അതാ ഒരു സ്വഹാബി കടന്നു വന്നിട്ട് പറയുന്നു, മോനെ, ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾക്ക് തന്നയച്ചതാണ്. മുത്തുനബി തങ്ങളെ കാണാൻ നിങ്ങൾ ഒരുപാട് കൊതിച്ചതല്ലേ? ഉമ്മ നിങ്ങളെ പോറ്റി വളർത്തിയ നിങ്ങളുടെ ഉമ്മ രോഗശയ്യയിലായ കാരണം കൊണ്ട് നിങ്ങൾക്ക് വരാൻ കഴിയാതിരുന്നതല്ലേ? എന്നാൽ മുത്തുനബി തങ്ങൾ അത് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി വലിയ സന്തോഷം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വലിയ സ്ഥാനം തന്നിട്ടുണ്ട്, അള്ളാഹു ആഖിറത്തിൽ കാണാമെന്നുള്ള വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഈ ഒരു വലിയ സന്തോഷം കൊടുത്തുകൊണ്ട് സ്വഹാബത്ത് ആ ഒരു താബിഈനെ വല്ലാതെ സന്തോഷം പറയുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച് അസ്ഹാബുൽ ബദറിനെ ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരാളും എന്തായി പോകില്ല, കഷ്ടപ്പെട്ടു പോവുകയില്ല, എടങ്ങേറായി പോവുകയില്ല. അവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല നന്മയുണ്ടാകും എന്നതിന് ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് പാഠമാണ്. ഞാൻ പറഞ്ഞു വന്നത് അസ്ഹാബുൽ ബദറിൻ്റെ പാഠങ്ങൾ അത് വിശാലമായി നാം കാണേണ്ട ഒന്നാണ്. ചെറുതായി ഒരിക്കലും അതിനെ കാണാൻ കഴിയില്ല. ഓരോ പാഠവങ്ങളും നാം എടുത്തിങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്കൊക്കെ നന്നാവാൻ എത്രയാ കാരണങ്ങൾ, ചെറിയ കാരണങ്ങളൊന്നുമല്ല, ഒരുപാട് കാരണങ്ങൾ ബദറുമായി ബന്ധപ്പെട്ട് നാം പരിശോധിക്കുമ്പോൾ നമുക്ക് നന്നാകാൻ ഒരുപാടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവകാലഘട്ടത്തിലെ ഏറ്റവും നല്ല സംഭവമാണ് ബദരീങ്ങളുമായുള്ള സംഭവം. മുത്തുനബി തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഓർക്കാൻ കഴിയുന്ന സംഭവമാണ്. എത്ര നന്മ ചെയ്ത വ്യക്തിയാണെങ്കിലും, എത്ര ഇടങ്ങേറ് പ്രയാസം പിടിക്കുന്ന സമയമാണെങ്കിലും ബദരീങ്ങളാണോ എങ്കിൽ അവർക്ക് അല്ലാഹുവിൻ്റെ രക്ഷയുണ്ട്. അവർ ടെൻഷൻ അടിക്കേണ്ട ആളുകളല്ല, ടെൻഷൻ ഫ്രീ ആയിട്ട് ജീവിക്കേണ്ട ആളുകളാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾക്ക്
അവസരമുണ്ടാക്കേണ്ടത് ആ അസ്ഹാബുൽ ബദറിനെ കൊണ്ടാണ്. അസ്ഹാബുൽ ബദർ കാണിച്ചു തന്ന ധാരാളം വഴികൾ നമുക്ക് അനുഗമിക്കേണ്ടതുണ്ട്. അതിൽ ഒരു വഴിയെ നാം അനുഗമിക്കാതിരുന്നാൽ ഒരു പക്ഷേ നമ്മുടെ ഈമാൻ തന്നെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതിനാദ്യം നാം ശ്രദ്ധിക്കേണ്ടത്, ഈ റമളാനിൽ ആദ്യമായി നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൽബിനെ വൃത്തിയാക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ എത്ര നിങ്ങളെ ഉപദേശിച്ചാലും എത്ര നന്മ പറഞ്ഞാലും ആ നന്മ കയറേണ്ട ഒരു അവയവം നിങ്ങളുടെ ശരീരത്തിലുണ്ട്. അത് ഹൃദയമാണ്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, അലാ ഇന്ന ഫിൽ ജസദി മുദ്അത്തുൻ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വ ഇദാ ഫസദത് ഫസദത്ത് ജസദു കുല്ലു. നിങ്ങളുടെ ശരീരത്തിലൊരു മാംസക്കട്ടയുണ്ട്. ആ മാംസക്കട്ട നന്നായാലേ നിങ്ങൾ നന്നാവുകയുള്ളൂ. ആ മാംസക്കട്ട മോശമായാൽ നിങ്ങളുടെ ശരീരം മുഴുവനും മോശമായി. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. ബാക്കിയുള്ള അവയവങ്ങളൊക്കെ വൽ ജവാരിഹു ജുനൂദുഹു, ആ ബാക്കിയുള്ള അവയവങ്ങളൊക്കെ ഈ ഹൃദയമാകുന്ന നേതാവിൻ്റെ, ക്യാപ്റ്റൻ്റെ പിന്നിൽ നിൽക്കുന്ന അണികളാണ്. അതുകൊണ്ട് ആ ഹൃദയത്തിലേക്ക് നന്മ കയറാനുള്ള അവസ്ഥ നാം ഉണ്ടാക്കണം. ആ ഒരു അവസ്ഥയിൽ നിന്നാണ്, നന്മ കയറിയാലാണ് നന്മ പ്രവർത്തിക്കാൻ കൈകാലുകൾക്ക് ഒരു ആഫിയത്തുണ്ടാവുകയുള്ളൂ, അതിനോടൊരു താല്പര്യമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഹൃദയത്തെ തുറന്നിട്ട് ഹൃദയവാതായനങ്ങളിലൂടെ നന്മ കയറാനുള്ള അവസരങ്ങൾക്ക് നാം വലിയ ഒരു സ്ഥാനം കൊടുത്തുകൊണ്ട് അതിലൂടെ നമ്മുടെ ജീവിതത്തെ നന്നാക്കിയെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ധാരാളം നന്മകൾ ഇനിയും പറയുവാനും കേൾക്കുവാനും അള്ളാഹു അവസരം നൽകുമാറാകട്ടെ. എല്ലാവിധ ഹൈറാത്തുകൾക്കും ഈ റമളാൻ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു വലിയ സ്ഥാനങ്ങൾ തന്നുകൊണ്ട് നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.